നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 12 കൊല്ലം, അതായത് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞ സ്ഥിതിക്ക് നരേന്ദ്രമോദിക്ക് പരിപൂർണമായ പിന്തുണ ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ ഭരണം എങ്ങും എവിടെയും ചെന്നെത്താൻ പോകുന്നില്ല. ഈ രാജ്യം നൂറ്റാണ്ടുകൾ പിന്നോട്ടേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാകൃത കാട നിയമങ്ങളിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനും രാജ്യത്തെ സ്വാതന്ത്ര്യം ഇറ്റിറ്റായി എടുത്തു കളയാനുമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനം കഴിയുമ്പോഴും BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലേക്കും വിഷം കലർത്തുന്ന രീതി, എല്ലായിടത്തും സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കി ചരിത്ര പുസ്തകങ്ങൾ മാറ്റിക്കുറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് വരെ വെട്ടി ഘട്ടം ഘട്ടമായി തെറ്റുകൾ പഠിപ്പിച്ച് യുവതലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന BJP ഏറ്റവും ഒടുവിൽ ഇതാ ദക്ഷിണേന്ത്യയിൽ ലാംഗ്വേജ് ഇമ്പോസിഷൻ, ഹിന്ദി രാഷ്ട്രഭാഷ എന്ന രീതിയിൽ ഇവിടെ 3 ലാംഗ്വേജ് സിസ്റ്റം, ഈ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളും ഹിന്ദി പഠിക്കണമെന്ന വാശിയോടുകൂടിയുള്ള അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും സമീപനം, ഇതിനെതിരെയൊക്കെ പലയിടത്തും സമരം നടക്കുന്നുണ്ട്. നമുക്കറിയാം, കർണാടകയിൽ യെദ്യൂരപ്പ തന്നെ അമിത്ഷായോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഇവിടെ ഹിന്ദി ഭാഷ അനുവദിക്കില്ല, അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾ പോയി വേറെ പണി നോക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരിൽ യെദ്യൂരപ്പയ്ക്ക് നഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രി കസേരയാണ്. അതിനുശേഷം പ്രകാശ് രാജ് ഏറ്റവും ശക്തമായ രീതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉത്തരേന്ത്യക്കാർക്ക് ഹിന്ദി മാത്രമേ അറിയൂ എന്നതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അത് കൊളോണിയലിസമാണ്, അത് ഇമ്പീരിയലിസമാണ്. ബ്രിട്ടീഷുകാർ അവരുടെ ഭാഷ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതുപോലെ യാതൊരു പുരോഗതിയും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉത്തരേന്ത്യക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ GDPയിൽ 60% സംഭാവന ഈ രാജ്യത്തുള്ള ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ആ സംസ്ഥാനങ്ങൾ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ്. അവിടെയാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് ലോക്സഭാ സീറ്റുകൾ നന്നേ വെട്ടിക്കുറച്ച് മറ്റുള്ള സ്ഥലത്തേക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൊണ്ടുകൊടുക്കാൻ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും കൂടെ GDPയാണ് ഈ ദക്ഷിണേന്ത്യയിലുള്ള കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ വഹിക്കുന്നത്. അതിൽ കേരളത്തിൻ്റെ സംഭാവന പോട്ടെ, കേരളത്തിന് താരതമ്യേന ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ GDP വളരെ കുറവാണ്. ദേശീയ ശരാശരിയുടെ ആ ഒരു തട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ, അതിൽ ഏറ്റവും വരുമാനം മഹാരാഷ്ട്ര കഴിഞ്ഞാൽ തമിഴ്നാടാണല്ലോ, അത് കഴിഞ്ഞാൽ തെലങ്കാനയാണല്ലോ. ഇവരുടെയൊക്കെ GDP സംഭാവന, അതുപോലെ കൃത്യമായ ഫാമിലി പ്ലാനിങ്ങിലൂടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകാതിരിക്കാൻ അവരെടുത്ത മുൻകരുതൽ, അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം നിന്ദിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ദക്ഷിണേന്ത്യൻ സമരം, അതിനുവേണ്ടിയുള്ള നീക്കം, അപ്പോൾ ഉത്തരേന്ത്യക്കാർ രാജ്യദ്രോഹമെന്നോ അല്ലെങ്കിൽ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ബോധപൂർവം ദക്ഷിണേന്ത്യ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലുള്ള നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിവരദോഷികൾ വരാതിരുന്നാൽ മതി.